അല്ല, പെട്രോളിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു 300 മീറ്റർ അപ്പുറം അപ്പോൾ ഇങ്ങനെ വണ്ടിയുടെ പുക കണ്ടു, ഇങ്ങനെ ഒരു പുക കണ്ടു, അപ്പോൾ വെട്ടവും കണ്ടു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഓടിയെന്ന് അത് ഈ പറയുന്ന പിന്നെ തീ ഈ കാറിനടുത്ത് കത്തുന്നതാണോ എന്നറിയാൻ വേണ്ടി സംശയം. തീയുണ്ട്, കാറും കണ്ട്. അപ്പോൾ അടുത്തോട്ട് വരും തോറും ഈ കാറാണെന്ന് മനസ്സിലായി. അപ്പോൾ പുക ഇങ്ങനെ കത്തുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ഒരാൾ ഓടി പാസ് ചെയ്തപ്പോൾ അകത്താളുണ്ടെന്ന് മനസ്സിലായി. ഇപ്പോൾ ഉടൻ തന്നെ ഫയർഫോഴ്സിനെ അറിയിച്ചു. ഫയർഫോഴ്സ് വന്ന് തീയണച്ചു. നമ്മളെത്തുമ്പോഴത്തേക്ക് ഇത് പൂർണ്ണമായി കത്തിയിരുന്നു. ഒരു അകത്തുള്ള ആളുകൾ ഏകദേശം പകുതിയോളം കത്തിയെന്ന് തോന്നുന്നു. ഇത് എന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും ഒരു ഒന്നും അറിയില്ല. നമ്മൾ വരുമ്പോൾ ഇങ്ങനെ കാറ് കത്തുന്നത് കാണുന്നത്. അതെ, ഇനിയിപ്പം വല്ല പരിശോധന നടത്തി അറിയാൻ പറ്റും അങ്ങനെയാണ്. ആളാരാന്ന് ഐഡന്റിഫൈ ചെയ്ത് നമ്പർ വെച്ചിട്ടുണ്ട്. അവർ വീട്ടിൽ പോയിട്ടുണ്ട്. ഇത് എത്ര മണിക്കാണ് സംഭവം? ഒരു 12:45 കഴിയും. യാതൊരു സൂചനയും ഇല്ല ഇപ്പോൾ എന്താണ് അപകടം. ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ലല്ലോ, നമ്മൾ വരുന്നത് കാണുന്നതെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ആ വീട്ടിലേക്ക് അന്വേഷിച്ച് അവരുടെ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടൊക്കെ അന്വേഷിച്ചാലേ അറിയാൻ പറ്റും എന്താണ് അവർ രണ്ടുപേരും ആരാണ്. ഈ നമ്പർ വെച്ചുകൊണ്ട് അഡ്രസ്സ് എടുത്ത് അങ്ങോട്ട് പോയെന്നേ ഉള്ളൂ. എനിക്ക് എന്നിട്ട് അവിടെ ഈ പറയുന്നവരുണ്ടോ എന്ന് അന്വേഷിക്കണം, വീട് അന്വേഷിക്കണം. ഇത് നമ്മൾ എത്തുമ്പോഴത്തേക്ക് ഈ ആളുകൾക്ക് ഈ അകത്തുള്ള രക്ഷപ്പെടാൻ ശ്രമം അതിന് തന്നെ ഒരു സാഹചര്യം സന്ദർഭം കഴിഞ്ഞിരുന്നു. തീർച്ചയായിട്ടും നല്ല പുകയും നല്ല തീയും വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് തന്നെ ഈ കാറ് പൊട്ടിത്തെറിക്കുമെന്നുള്ള ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിനെ അറിയിച്ചു. ഉടൻ തന്നെ ഫയർഫോഴ്സ് വന്നു. വന്നപ്പോൾ തന്നെ ഈ ആദ്യം ചവർ കത്തിക്കുമെന്ന് തോന്നി. അതുപോലത്തെ ആയിരുന്നില്ല പുക കണ്ടോളാം ഞങ്ങൾ വരുന്നത്. പുക കണ്ട് അടുത്തെത്തിയപ്പോൾ തീയാന്ന് മനസ്സിലായി. അപ്പം കാറാണെന്ന് കത്തുന്ന മനസ്സിലായി. ജസ്റ്റ് പെട്രോളിങ്ങിന് വന്നേ. സാറിന് ഞങ്ങൾ വരാറുണ്ട് രാവിലെ വൈകിട്ടും ഒക്കെ. അങ്ങനെ വന്ന് കണ്ടോ ഫയർഫോഴ്സിനെ വിളിച്ചു. അവരോടൊപ്പം തന്നെ എത്തി. തീ അണയ്ക്കുമ്പോൾ തീയണ അകത്ത് 2 പേരുണ്ടെന്ന്. ആദ്യം ഞങ്ങൾക്ക് ഒരാളെ കാണാൻ പറ്റുള്ളൂ. ഒന്ന് ഓടി പാസ് ചെയ്ത് നോക്കിയപ്പോൾ ഒരാളുണ്ടെന്ന് മനസ്സിലായി. പിന്നെ അവർ വന്ന് ഈണച്ചപ്പോൾ 2 പേരുണ്ട്. ഫ്രണ്ട് സീറ്റിലും 2 പേര് ഇരിപ്പുണ്ട്. വലിയ അപകടം തന്നെയാണല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾ കണ്ടപ്പോൾ തന്നെ ഒരു ഞെട്ടിക്ക് പോയി കാണും ഇത്ര സംഭവം. ഒന്ന് ഈ കാർ ബ്ലാസ്റ്റ് ഉണ്ടാകുന്നല്ലോ അറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അവിടെ ഉദ്യോഗം നിൽക്കുക പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തത്. സംഭവം നടന്നേ ഉള്ളൂ. അന്വേഷണം ആവശ്യമാണെങ്കിൽ പോലും ഇത് എങ്ങനെ കത്തിയൊരു അങ്ങനെ മണവസ്മയിൽ എന്തെങ്കിലും സൂചന ഇല്ല. അങ്ങനെ സൂചന ഒന്നും കിട്ടില്ല. ഇങ്ങനെ കാർ തീ എത്തുന്നു, പിന്നെ പുകയും പോകുന്നുണ്ട്. പിന്നെ ഇവർ വന്ന് അണച്ചതിന് ശേഷമാണ് ചെറിയ ഇടതൊട്ടില്ല നമ്മുടെ സ്മെല്ല് അറിയുന്നത്. കാണുന്നതിൽ നിന്നൊരു പ്രാഥമികമായിട്ട് സ്ത്രീയുടെയും പുരുഷന്റെയും ജഡമാണെന്ന് തോന്നുന്നു. അതെ.